അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇർബദ് മീഡിയയിലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു എല്ലാവർക്കും ഉപകാരമുള്ള രീതിയിലാക്കി തരട്ടെ. വിഷമങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരികളും ഒക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവരും എന്തൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങളെ അള്ളാഹു പെട്ടെന്ന് മാറ്റി തരട്ടെ ഇൻഷാ അള്ളാഹ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അമൽ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അമലുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമൽ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു അമൽ യൂട്യൂബിലൂടെ അങ്ങോട്ട് പറയുമ്പോഴേക്ക് വേഗം അതാണ് പെണ്ണെടുത്ത് വെച്ച് എഴുതി കണ്ട് നിങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് ചെയ്യല്ലേ. എല്ലാ അമലും കൂടി ഒരുമിച്ച് ചെയ്യല്ലേ. എല്ലാ മരുന്നും കൂടി ഒരുമിച്ച് കുടിച്ചാൽ ശരിയാവോ? ഇല്ല. നമ്മളെന്താ ചെയ്യുക? ഒരു ഡോക്ടറെ കാണിക്കുന്ന ഒരു വ്യക്തി ഡോക്ടറെ കാണിച്ചു, ഒരു പനിക്കൊരു മരുന്ന് കുടിച്ചിട്ട് ഒരു 4 ദിവസമോ 5 ദിവസമോ അത് കുടിച്ചിട്ട് മാറ്റം ഇല്ലെങ്കിലല്ലേ നമ്മൾ മറ്റൊരു ഡോക്ടറെ കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു മരുന്ന് കുടിക്കുകയുള്ളൂ. ഈ അമലുകൾ മുഴുവൻ ചെയ്യുക. ഇന്നൊരു പെണ്ണ് വിളിച്ചിട്ട് പറയാം, ഉസ്താദെ ഞാൻ കുരുമുളകിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റേ മുളകിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചരടിൻ്റെ കൂടി ചെയ്തു വെച്ചു. ഇതെന്താ ചെയ്യേണ്ടി? വീഡിയോസ് മുഴുവനായിട്ട് കാണൂല. പൊന്നാര സുഹൃത്തുക്കളെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു അമൽ ചെയ്യുക. നിങ്ങൾ എഴുതി വെക്കൂ, അമലുകളൊക്കെ അവിടെ എഴുതി വെക്കൂ. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാവുമല്ലോ, ഈ അമലുകളൊക്കെ ഇതിലുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. എല്ലാ അമലും കൂടി ഒരുമിച്ച് ചെയ്താൽ ഫലം കിട്ടൂല. ഒരുമിച്ചെല്ലാം കൂടി ചെയ്യരുത്. അത്യാവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. ഒരു വിഷയത്തിന്, ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ഭർത്താവ് സ്നേഹമില്ലാത്തതിന് ഒരു കുരുമുളകിൻ്റെ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 21 ദിവസമാണല്ലോ അതിൽ പറയുന്നത്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഏതാണ് ഇതിന് ഫലം കിട്ടിയതെന്ന് അറിയണ്ടേ? 3, 4, 5 അമൽ ഒരുമിച്ച് ചെയ്തിട്ട് ഇതിന് ഏതെന്നാണ് ഫലം കിട്ടിയത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അറിയൂല. അതുകൊണ്ട് അമൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു അമൽ ആദ്യം ചെയ്യുക. ഇതിലൊരുപാട് അമലുകളുണ്ട്. ഒരു അമൽ ആദ്യം ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അതിൻ്റെ കാലാവധി ചിലപ്പോൾ 7 ദിവസമായിരിക്കും, ചിലപ്പോൾ 10 ദിവസം 11 ദിവസമായിരിക്കും, ചിലപ്പോൾ 21 ദിവസമായിരിക്കും. അതിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അമൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാറ്റില്ലെങ്കിൽ മൂന്നാമത്തെ അമൽ ചെയ്യുക. അല്ലാതെ എല്ലാ അമലും കൂടി ഒരുമിച്ച് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് പയറ്റി നോക്കാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ നമ്മുടെ ഷെറ് കൊണ്ട്, നമ്മളെ തടസ്സം കൊണ്ട്, നമ്മളെ സിഹറ് കൊണ്ട്, നമ്മളെ കണ്ണേറ് കൊണ്ട് ചിലപ്പോൾ അമലുകൾ ഫലിച്ചോളുന്നില്ല. ചിലപ്പോൾ ഒരു 21 ദിവസം നിങ്ങൾ കുരുമുളകിൻ്റെ അമൽ ചെയ്ത് അത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അപ്പം നിങ്ങൾ മറ്റേ മുളകിൻ്റെ അമൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ഫലം കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് അങ്ങനെ ആയിക്കൊള്ളുന്നുണ്ടാവില്ല. ആലോചിച്ച് നല്ല വൃത്തിയിൽ എഴുതി വെച്ച് സാവധാനം നല്ല രീതിയിൽ അമലുകൾ ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യല്ലേ. ആക്കം പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലേ? ഞാനൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ രക്ഷപ്പെടട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ അമലും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഓരോ അമലും കേട്ട് മനസ്സിലാക്കി സാവധാനം ഓരോന്ന് ചെയ്യുക. പയ്യത്തിന്നാൽ പനയും തിന്നാം എന്നൊരു ചൊല്ലുണ്ട്. ആക്കം പോലെ ചെയ്താൽ എല്ലാ അമലും നമുക്ക് ഉപയോഗമുള്ളതാക്കിയെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ആളുകളോട് എത്ര നിങ്ങൾ മെസ്സേജ് അയക്കല്ലേ എന്ന് പറഞ്ഞാലും വീണ്ടും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുന്നാര സുഹൃത്തുക്കളെ, ഇർബദ് മീഡിയയിലൂടെ വീഡിയോ കാണുന്ന ഈ സാധുവിനെ സ്നേഹിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്. അത് ഞാൻ വീണ്ടും പറയും. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഉസ്താദ് റീപ്ലൈ തരുന്നില്ല എന്ന് പറയല്ലേ. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ഞാനത് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഒരുപാട് മെസ്സേജ് വന്ന് വാട്സപ്പ് ഹാങ്ങായി കിടക്കുകയാണ്. വല്ലപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോലും വാട്സപ്പ് തുറക്കാൻ പറ്റണില്ല. ഞാൻ വാട്സപ്പിൽ വന്ന് ഇരിക്കുമ്പോഴത്തേന് ഉസ്താദെ ഓൺലൈനിലുണ്ടല്ലോ, എന്താ മറുപടി തരാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഓരോരുത്തർ.
എന്ത് കഷ്ടമാണ്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കരുത്. കോൾ ചെയ്യുന്ന ആളുകൾ രാവിലെ മുതൽ തുടങ്ങും ഫോൺ വിളി. ദയവ് ചെയ്ത് രാവിലെ മുതൽ നിങ്ങൾ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റൂല. വൈകുന്നേരം 4 മണിക്കും 6 മണിക്കും ഇടയിൽ നിങ്ങൾ വിളിക്കൂ. ഇൻഷാ അല്ലാ ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.